മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5 തിങ്കൾ. ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റാണ് വീഡിയോവായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ആദ്യത്തെ അറിയിപ്പ്, വിലക്കുറവൊക്കെ കണ്ട് ഓൺലൈനായി സാധനം വാങ്ങുന്ന നിരവധി പേരുണ്ട്. അത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. ആമസോൺ ഇ-കോമേഴ്സിന്റെ കളമശ്ശേരിയിലെ ഗോഡൌണിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കൊച്ചി ബ്രാഞ്ച് പരിശോധന നടത്തിയിരിക്കുകയാണ്. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ശേഖരിച്ചതിനെ തുടർന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇന്ത്യയിലും വിദേശത്തുമുള്ള ബ്രാൻഡുകളുടെ പേരിൽ നിർമ്മിച്ച ഗാർഹിക ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയവ പിടിച്ചെടുത്തിട്ടുണ്ട്. ISI മാർക്ക് വ്യാജമായി ഒട്ടിച്ചതും നിയമപരമായ ലേബലുകൾ ഒട്ടിക്കാത്ത ഉൽപ്പന്നങ്ങൾ ഇവയിൽ പെട്ടു എന്നുള്ളതാണ് വിവരം. BI സർട്ടിഫിക്കേഷൻ മാർക്ക് വ്യാപകമായി ദുരുപയോഗം ചെയ്തതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളിൽ ഒട്ടിച്ച ലേബൽ എളുപ്പം പൊളിഞ്ഞു പോകുന്നതും മുദ്രകൾ ശരിയായി പതിയാത്തതുമായിരുന്നു. എന്തായാലും ഓൺലൈൻ പർച്ചേസ് നടത്തുന്നവരൊക്കെ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ഉപഭോക്താക്കൾക്ക് വമ്പൻ ഇളവുകൾ പ്രഖ്യാപിച്ചു KSEB. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കുവാനുള്ള സുവർണ അവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ KSEB ഒരുക്കുന്നത്. 2 വർഷത്തിനു മേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക. വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം നിഷേധിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചു തീർത്ത് പുനഃസ്ഥാപിക്കാനാകും. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് KSEBയുടെ കുടിശ്ശിക ഒറ്റത്തവണ പൂർത്തിയാക്കൽ പദ്ധതി. 2025 മെയ് 20 മുതൽ 3 മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കാൻ കഴിയും. വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. 10 കൊല്ലത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ 18% നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കി നൽകും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% മുതൽ 4%, 2 മുതൽ 5 വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് 18% പകരം 6%. ഇങ്ങനെയുള്ള കുറഞ്ഞ പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കാൻ കഴിയും. പലിശ തുക 6 മാസത്തെ തുല്യ ഗഡുക്കളായി അടക്കുവാനും അവസരമുണ്ട്. കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായുള്ള ഇളവ് കണക്കാക്കിയുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണ അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ 5% ഇളവും ലഭിക്കും. അതായത് ബിൽ കുടിശ്ശികയുടെ 5% മാത്രം അടച്ചാൽ മതി. KSEB ഇത്ര ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരമൊരുക്കുന്നത് ഇത് ആദ്യമായാണ്. റവന്യൂ റിക്കവറി നടപടി പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിലുള്ളതോ ആയ കുടിശ്ശികയും കേബിൾ TV ഉടമകളുടെ വൈദ്യുതി വാടക കുടിശ്ശികയും ഈ പദ്ധതിയുടെ ഭാഗമായി കുടിശ്ശിക തീർപ്പാക്കാൻ അവസരമുണ്ട്. ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് ടെൻഷൻ ഓഫീസിലും ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഈ സേവനം ലഭ്യമാവുക. OTS.KSEB എന്ന പ്രത്യേക പോർട്ടൽ വഴിയും കുടിശ്ശികയുടെ വിശദാംശങ്ങൾ അറിയുവാനും പണമടക്കുവാനും അവസരമൊരുക്കും. അതിനാൽ ഗുണഭോക്താക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ്. മെയ് 3 ശനി വരെയായിരുന്നു ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഉണ്ടായിരുന്നത്. ഇന്ന് മെയ് 5 തിങ്കൾ ആദ്യത്തെ പ്രവൃത്തി ദിനമായതിനാൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് 6 ചൊവ്വ മുതലാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഏപ്രിൽ മാസത്തെ റേഷൻ അവസാന ഘട്ടത്തിൽ വാങ്ങിയവർക്ക് മെയ് മാസത്തിൽ 2 റേഷനാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന അറിയിപ്പ്, APL കാർഡ് കൈവശമുള്ളവർ BPL കാർഡിന് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് BPL കാർഡ് അപ്രൂവ് ആയി എന്നുള്ള സന്ദേശങ്ങൾ നമ്മുടെ ഫോണിലേക്ക് ലഭ്യമാകുന്നതാണ്. ആ സമയത്ത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി പുതിയ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനും അടുത്ത മാസം തന്നെ റേഷൻ വിഹിതം സൗജന്യ നിരക്കിലേക്കായി മാറുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.